എപ്പിസോഡ് അവസാനിച്ചത് ബന്നിയും ദേവരാജും കൂടി യുവാനോട് നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ നീ വയലിൻ വായിച്ചിട്ട് വലിയ ആളാവണമെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ യുവാനെ അവർ താഴേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരോടും നിങ്ങൾ കളിയാക്കിയവർ തന്നെ ഇവന്റെ കഴിവ് കണ്ടിട്ട് ഇവന് വേണ്ടിയിട്ട് കൈയടിക്കൂ എന്ന് അവർ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, ഇവനൊന്നും ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ മാലിനി നല്ല ദേഷ്യത്തിൽ നിൽക്കാവും. എന്നിട്ട് ഹേമന്തിനോട് ഇതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, ഇവനെ നമ്മളെ എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹേമന്ത് നമ്മുടെ യുവാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നാണം കെടാൻ മാത്രം എന്തിരിക്കുന്നു, ചിലപ്പോൾ അവൻ എല്ലാവരുടെ മുമ്പിലും നന്നായിട്ട് വായിച്ചാലോ, ഒരു മാജിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്താലോ അത് നമുക്ക് അഭിമാനമല്ലേ, അതുകൊണ്ട് അവൻ വായിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് യുവാനോട് മോൻ വായിക്കുക എന്ന് സന്തോഷത്തോടു കൂടെ ഹേമന്ത് പറയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മോനോട് നല്ല സ്നേഹമുള്ള അച്ഛൻ തന്നെയാണ് ഹേമന്ത്. അത് കേട്ട് യുവാനും ഒരുപാട് സന്തോഷമായിട്ട് വയലിൻ വായിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അവൻ വളരെ മനോഹരമായി തന്നെ ആ വയലിൻ വായിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം അത്ഭുതത്തോടുകൂടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. ബന്നി ആ ഈണത്തോടൊപ്പം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അവസാനം മാലിനി ഒഴികെ അവനെ കളിയാക്കിയവരെല്ലാം അവന് വേണ്ടി കൈയടിക്കുന്നുണ്ട്, അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. യുവാൻ സന്തോഷത്തിൽ എൻ്റെ അമ്മയും പറയാറുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് മ്യൂസിക് വായിക്കും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവരാജ് ബന്നിയോട് നീയാണ് ഇന്ന് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് അവളോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ബന്നി നിയതിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി യുവാൻ്റെ ഭാര്യയാകേണ്ട ആളാണ്, അതുകൊണ്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബാക്കിയുള്ളവരെല്ലാം യുവാനെ കുറ്റപ്പെടുത്തുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നീ അത് നോക്കി നിന്നാൽ മാത്രം പോരാ, അതിനെതിരെ നന്നായിട്ട് ശബ്ദം ഉയർത്തണം, പ്രതികരിക്കണം, എപ്പോഴും അവന് സപ്പോർട്ടായി തന്നെ അവൻ്റെ കൂടെ നിൽക്കണമെന്ന് അവൾ പറയാണ്. നിയത്തി അവളോട് നീ വെറും ഡെലിവറി ഗേളാണ്, നീ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു പോയാൽ നിൻ്റെ കാര്യം കഴിഞ്ഞു, നിനക്ക് ഈ വീട്ടിൽ ബാക്കിയുള്ളവരോട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും അവരോട് പെരുമാറാം, അടിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഞാൻ അനാഥയായിട്ടാണ് വളർന്നത്. ഇനിയിപ്പോൾ യുവാനെ കല്യാണം കഴിച്ചാൽ ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ബന്ധുക്കളാവും, അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കേണ്ടി വരും. നീ ചെയ്യുന്നത് പോലെ അടിക്കാനൊന്നും പറ്റില്ല, നിൻ്റെ പെരുമാറ്റവും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിയത്തി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം യുവാൻ ബന്നിക്ക് ഒരു ചുവന്ന റോസാപ്പൂവിൻ്റെ ചെടി ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഇതുവരെ വേറെ ആരും ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബന്നി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി യുവാന് പല്ല് നന്നായിട്ട് വേദനിച്ചിട്ട് അവിടെയുള്ള ആളുകളോട് അതിനെ മരുന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും അത് കൊടുക്കുന്നില്ല. അപ്പോൾ ദേവരാജ് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവൻ ദേവരാജിനെ ശല്യപ്പെടുത്താനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ യുവാനെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ അടച്ചിടുകയാണ്. അപ്പോൾ പെട്ടെന്ന് യുവാൻ കരഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ബന്നിക്ക് വിളിക്കുന്നുണ്ട്. ബന്നിയോട് അവൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞാൻ മരുന്ന് ചോദിച്ചപ്പോൾ ആരും എനിക്ക് മരുന്ന് തന്നില്ല, എല്ലാവരും എന്നെ ഈ റൂമിൽ പൂട്ടിയിട്ടു, എങ്ങനെയെങ്കിലും മരുന്നെടുത്തിട്ട് വായോ ബന്നി എന്ന് പറഞ്ഞിട്ട് അവളോട് വരാൻ വേണ്ടി പറയാണ്. അപ്പോൾ വരുമ്പോൾ ഐസ്ക്രീം കൂടെ കൊണ്ടുവരാൻ അവളോട് പറയുന്നുണ്ട് അവൻ. അപ്പോൾ അങ്ങനെ അവൾ ആ മരുന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനത് വായിൽ വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്, ടാബ്ലറ്റ്സ് വരെ കൊടുക്കുന്നുണ്ട്. പല്ലുവേദനയെല്ലാം മാറിയതിന് ശേഷം യുവാൻ അവിടെ ഇരിക്കുന്ന ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ബന്നിയുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ ഇടുന്നുണ്ട്. നീ എന്താ ഈ കാണിക്കുന്നത് യുവാൻ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അവൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ ഇടാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്നിട്ട് തന്നെ ആ പനിയൻ അയക്കുമ്പോൾ അയ്യോ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ ആ റൂമിന് പുറത്തേക്ക് പോവുകയാണ്. പിന്നാലെ യുവാനും വരുന്നുണ്ട്. അവൾ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ കാണുക ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ മാലിനി അവളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇവൾ ഈ പാതിരാത്രിക്ക് യുവാൻ്റെ റൂമിൽ വന്നത് എന്തിനാണെന്നൊക്കെ ആർക്കറിയാമെന്ന് മാലിനി പറയുമ്പോൾ ഹേമന്തും അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ബന്നി കാര്യം പറയുന്നുണ്ടെങ്കിലും ഇവിടെ കുറേ സർവൻസ് ഉള്ളതല്ലേ, പിന്നെന്തിനാ നീ മരുന്ന് കൊണ്ടു കൊടുക്കുന്നത് എന്നൊക്കെ ബന്നിയോട് ഹേമന്ത് പറയുന്നുണ്ട്. യുവാൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ മുത്തശ്ശൻ ഉറങ്ങുന്നത് കൊണ്ടാണ് മുത്തശ്ശനെ വിളിക്കാഞ്ഞത്, എനിക്ക് നന്നായിട്ട് പല്ല് വേദനിച്ചു, അതുകൊണ്ട് ഞാൻ ഇവരോടൊക്കെ മരുന്ന് ചോദിച്ചപ്പോൾ ആരും എനിക്ക് മരുന്ന് തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബന്നിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത്. അപ്പോൾ ബന്നിയാണ് എനിക്ക് മരുന്ന് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് ഹേമന്തിന് കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഹേമന്തിന് പറഞ്ഞു പോയത് തെറ്റാണെന്നുള്ള ആ ഒരു കുറ്റബോധം ആളുടെ മുഖത്ത് നിന്ന് കാണാം. ദേവരാജ് ഹേമന്തിനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇപ്പോൾ പറഞ്ഞതൊന്നും ഒട്ടും ശരിയായില്ല, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവരാജ് ഹേമന്തിനെ വഴക്ക് പറയുന്നുണ്ട്.
പിന്നെ മാലിനിക്ക് ബന്നിയോടുള്ള ദേഷ്യം ഒട്ടും കുറയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബന്നിയുടെ അമ്മയെക്കുറിച്ചും മോശമായിട്ട് മാലിനി സംസാരിക്കുകയാണ്. അപ്പോൾ ബന്നി വിഷമമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നാലെ യുവാൻ ഓടി വന്നിട്ട്, സോറി ബന്നി, ഞാൻ കാരണമല്ല നിൻ്റെ അമ്മയെക്കുറിച്ചും ആ മാലിനി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, നീ എന്നോട് സോറി ഒന്നും പറയണ്ട എന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം ദേവരാജ് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പിറ്റേ ദിവസം അവൾ അമ്പലത്തിൽ പോകണമെന്നുള്ള ആ കാര്യമൊക്കെ പറയുമ്പോൾ ഞാനും നിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യുവാൻ വാശി പിടിക്കുകയാണ്. അപ്പോൾ ദേവരാജ്, നീ എന്തായാലും ഇവനെയും കൂടെ നാളെ കൂടെ കൂട്ടിക്കോ എന്ന് ബന്നിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്നിട്ട് മാലിനിയും വിരാജൊക്കെ കേൾക്കുന്നുണ്ട്. അവരിതിനിടയിൽ എന്തൊക്കെയോ പ്ലാന് ബന്നിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം യുവാൻ ബന്നിയോടൊപ്പം അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം അമ്പലത്തിലെത്തിയിട്ട് ബന്നിക്ക് മണി അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് യുവാൻ അവളെ എടുത്ത് പൊക്കാണ്. എന്നിട്ട് മണി അടിച്ചോളാൻ പറയുമ്പോൾ അവൾ പെട്ടെന്ന് എല്ലാവരും നോക്കുന്നുണ്ട്, നീ എന്നെ ഒന്ന് താഴെ ഇറക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാവരും അവരെ നോക്കിയിട്ട് ഓരോന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബന്നിക്ക് ഒരുപാട് സങ്കടമായിട്ട് അവൾ മാറി നിൽക്കുമ്പോൾ യുവാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് മിണ്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കുട്ടി നാളികേരം വിൽക്കാൻ വേണ്ടി വരുന്നത്. ഇതിലെ നാളികേരം അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഉടച്ചാലേ ആൾക്ക് സന്തോഷം വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് യുവാൻ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് നാളികേരം ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പൈസ ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരുപാട് പൈസ എടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അത്ഭുതത്തോടു കൂടെ അവനെ നോക്കിയിട്ട് നാളികേരം മുഴുവൻ അവന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ യുവാൻ അതെടുത്തിട്ട് ബന്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ, നീ എന്തിനാ ഇതൊക്കെ മേടിച്ചതെന്ന് അവനോട് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ ആ കാര്യങ്ങളെല്ലാം അവളോട് പറയാണ്. ഈ നാളികേരം ഉടച്ചാൽ സന്തോഷം വരും എന്ന് ആ കുട്ടി പറഞ്ഞു. നീ ഇപ്പോൾ നല്ല സങ്കടത്തിലല്ലേ ഇരിക്കുന്നത് ബന്നി, അപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചതെന്ന് പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ദേവരാജിനെ കാണിക്കുകയാണ്. ദേവരാജ് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ദേവരാജ് അമ്പലത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ കണ്ണട വിരാജും മാലിന്യമൊക്കെ കൂടിയിട്ട് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ എന്തൊക്കെയോ പണി ബന്നിക്ക് വേണ്ടിയിട്ട് മാലിനി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.